നമ്മുടെ കോഴിക്കോട് കടലിനോട് ചേർന്നിട്ടുള്ള ഇത്രയും മനോഹരമായിട്ടുള്ള ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് എത്ര പേർക്കറിയാം? ക്ഷേത്രത്തിന്റെ പടികൾ കയറി നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്നത് ഇവിടെ ഒരു വലിയ ചെമ്പകമരമാണ് കേട്ടോ. ചെമ്പകമരവും അതിന്റെ പൂക്കളും പിന്നെ ദേ ക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ള ക്ഷേത്രക്കുളവുമെല്ലാം വളരെ മനോഹരം തന്നെയാണ്. കടലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായിട്ടും ഇവിടുത്തെ ക്ഷേത്രക്കുളത്തിലും അതുപോലെ തന്നെ തീർത്ഥ കിണറിലൊന്നും ഒരു തുള്ളി പോലും ഉപ്പില്ല എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട 108 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ കോഴിക്കോട് കൊയിലാണ്ടിക്ക് അടുത്തുള്ള ഉരുപുണ്യകാവ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ജലദുർഗയാണ് കേട്ടോ. ബലിതർപ്പണത്തിന് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഉരുപുണ്യകാവ് എന്ന് പറയുന്നത്. ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രവും ഈ ക്ഷേത്ര പരിസരവും നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. അത്രയ്ക്ക് മനോഹരമാണ്. കൊയിലാണ്ടിയിൽ നിന്ന് പയ്യോളിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മൂടാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം വരുന്നത്. അടുത്തൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. ബൈ.